ശരി, അപ്പോൾ സുജയ പാർവതി തുടങ്ങാം. ഓക്കെ, യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെയാകാം. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധ പരമ്പരയുമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് രംഗത്ത് വരികയാണ്. ക്ലിഫ് ഹൗസിലേക്ക് പകലല്ല പ്രതിഷേധം, രാത്രിയാണ്. നൈറ്റ് മാർച്ച് രാത്രി 8 മണിക്കാണ്. കോട്ടയത്തും കണ്ണൂരിലും ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ചുണ്ട്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ മാർച്ച് ഡേ, ഫ്രൈഡേ മാർച്ച് ഡേ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതെ. പക്ഷേ പോലീസ്, ഉണ്ണി ബാലകൃഷ്ണൻ, കഴിഞ്ഞ 2 ദിവസങ്ങളിലെ പ്രതിഷേധം നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ പരമാവധി സംയമനം നിശ്ചയമായി. അതെ 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 അതായത് ആദ്യ ദിവസത്തെ ആ സമ്മേളനവും ആ സമരവും അതിൻ്റെ സംഘർഷാന്തരീക്ഷവും ഇപ്പം ഇല്ല. നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ചത് വലിയ കാര്യമായ ബഹളങ്ങൾ ഉണ്ടാകും എന്നാണ് അല്ലേ. പക്ഷെ ഇന്നലെയും ചെറിയ ചില ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായാലും അങ്ങനെ ഒരു എന്താ പറയുക മിനിങ്ങാന്നത്രയും വലിയ ശക്തമായ സമരം ഇന്നലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ സജീവമാണ് നിലനിർത്തുക എന്ന കൃത്യമായ അതെ ആ വിഷയം അവർ കത്തിച്ചു നിർത്തുന്നു എന്നുള്ളത്. ഇന്നത് സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരെ കണനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ പോകും. പക്ഷേ അടിസ്ഥാനമായ അതൊരു നോൺ ഇഷ്യൂവിനെ വലിയ ഇഷ്യൂ ആക്കി മാറ്റുകയാണോ എന്നൊരു ചോദ്യം മറുഭാഗത്ത് അങ്ങനെയല്ല. സമരത്തോടുള്ള സമീപനം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിട്ടുണ്ട്. സമരത്തോട് ഇടത് സർക്കാരിന്റെ സമീപനം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇരട്ട നീതി ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇരട്ട നീതി. ഇതെല്ലാം പൊതുജനം കാണുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കാൻ CPM സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്നു മുതൽ നടക്കും. മുതിർന്ന നേതാക്കൾ അടക്കം മത്സരരംഗത്ത് ഇറക്കാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഒരുപക്ഷെ തോമസ് ഐസക്ക്, ശൈലജ ടീച്ചർ അടക്കമുള്ളവരെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയും വടകരയുമാണ് പറഞ്ഞു കേൾക്കുന്നു ഈ മുതിർന്ന നേതാക്കൾക്ക്, ചിലപ്പോൾ കണ്ണൂരും സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. നവകേരള സദസ്സിന്റെ വിലയിരുത്തലും ഇന്നു മുതലുള്ള യോഗങ്ങളിൽ ഉണ്ടാകും എന്ന വാർത്തയും ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാർത്തയും ഇന്ന് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും അല്ലേ. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിലേക്ക് പോകുന്നു, അവകാശവാദങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ സീറ്റുകൾ എവിടെ വേണം എന്നത് ഈ മാസം 25-ന് നടക്കുന്ന പാർട്ടി യോഗം ചർച്ച ചെയ്യും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തു. എല്ലാ തവണയും ലീഗിന് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം ലീഗ് പറയുകയും പിന്നീട് സാദിഖലി തങ്ങൾ ഇന്നലെ നടത്തിയതുപോലെ ഒരു പരസ്യ പ്രഖ്യാപനത്തിലേക്ക് പരസ്യ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. അയ്യോ, നേരത്തെ പലതവണ ലീഗിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഈ യൂത്ത് ലീഗ് വളരെ ശക്തമായി അവരുടെ മലപ്പുറത്ത് പൊന്നാനിയിലും മലപ്പുറത്ത് നമ്മുടെ പ്രമുഖരായ പ്രസംഗൻ സമദാനി അപ്പുറത്തേക്കൊരു ഓപ്പണിംഗ് വേണം. ഷാജിയുണ്ട്, PK ഫിറോസ്. കാരണം അവരുടെ യൂത്ത് ലീഗ് കാലം കഴിയുന്നതിന് മുൻപ് യൂത്ത് എന്ന നിലയിൽ ഒരു സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എവിടെ കൊടുക്കും? പക്ഷേ ഇത് യൂത്ത് ലീഗുകാർക്ക് സാദിഖലി തങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശം. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അവിടെ, നിങ്ങൾ അവരുടെ ഒരു സമ്മർദ്ദത്തിനുള്ള മറുപടിയാണ്. യൂത്ത് ലീഗിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന മറുപടിയാണ്. ഞങ്ങൾ ശരിക്കും ചോദിച്ചു എന്ന് പരസ്യമായി പറയുമ്പോൾ ശരിക്കും ചോദിച്ചു. നമ്മൾ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ലേ എന്നുള്ളതാണ്. അപ്പൊ എമോഹസൻ ഇന്നലെ പറയുന്നുണ്ട് ഇതൊന്നും യോഗത്തിൽ ചോദിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് എമോഹസൻ, UDF കൺവീനർ. അല്ല, ഇപ്പൊ ലീഗിനെ സംബന്ധിച്ചപ്പോ അപ്പുറത്തൊന്നും ലീഗിനെ പിണറായി വിജയൻ ഇന്നലത്തെ പ്രസംഗത്തിൽ പോലും പഴയ ബന്ധം ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വില കൂടിയൊരു പാർട്ടിയെ നിൽക്കുകയാണ്. ഒരു കാര്യം കൂടിയുണ്ട് സ്മൃതി, ഇപ്പൊ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. ചില സൂചനകളാണ് നമ്മൾ സാധാരണ ചില ആളുകൾ പറയുമല്ലോ, അതായത് കേന്ദ്രത്തിൽ അധികാരം കിട്ടാനുള്ള സാധ്യത കുറവാണെന്നുള്ള തിരിച്ചറിവാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PK കുഞ്ഞാലിക്കുട്ടി അങ്ങനെയാണ്. സംസ്ഥാനത്തേക്ക് സാധ്യതയുണ്ടാവുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒക്കെ വരവ് വരുന്ന സമയത്താണല്ലോ 2019 അങ്ങനെ ഒരു അധികാരത്തിന്റെ സാധ്യത പ്രധാനമായിട്ടും. ഞാൻ വെറുതെ അല്ല, 2024 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒരിക്കൽ കൂടി അധികാരത്തിൽ വരണമെങ്കിൽ അത്ഭുതകരമായൊരു രാഷ്ട്രീയ സമവാക്യ മാറ്റം കേരളത്തിൽ സംഭവിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോഴത്തെ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ MT വാസുദേവൻ നായരൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഈ അധികാര പ്രമത്തത എന്ന് പറയുന്നത്, സർവാധിപത്യ സ്വഭാവം എന്ന് പറയുന്നത് അതിശക്തമായി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. 26 ഞങ്ങൾക്ക് തന്നെയാണ്, അതിന് ചില ആയുധങ്ങൾ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. നോക്കാം. ഏതായാലും സുജയ, ഇനി നമുക്ക് ഗവർണറുടെ വാർത്തയിലേക്ക് കൂടി ഒന്ന് പോയി വരാം. അതെ, ഗവർണർ സുരക്ഷാ വീഴ്ച സൃഷ്ടിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് പറയുന്നത്. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഗവർണറെ കരിങ്കൊടി കാണിച്ച കേസിലെ പ്രതികളായ 7 SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വിധി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട തലക്കെട്ടാകാൻ സാധ്യതയുള്ള ഒരു വാർത്ത. 124 ഇട്ട 7 SFI പ്രവർത്തകരായിരിക്കും. അതെ,
ഒരുപക്ഷെ ഗവർണർ ജാമ്യം ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥികളായതുകൊണ്ടും അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോടതി ആദ്യഘട്ടത്തിൽ പ്രതികൂലമായ നിലപാടാണ് എടുത്തത്. മാത്രമല്ല ഈ സമരം കരിങ്കൊടി കാണിച്ചു പോവുകയല്ലല്ലോ, കരിങ്കൊടിയുടെ വടി കൊണ്ട് അതായത് കാറിന്റെ നാശനഷ്ടം ഗ്ലാസ് 85,000 രൂപയുടെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ 50,000 ആണെങ്കിൽ ഇവിടെ 85,000 ആണെന്ന് തോന്നുന്നു. 75. അതെ 75. മാത്രമല്ല കാറിൽ ഇടിക്കുന്നു, ആ സമയത്താണ് അദ്ദേഹം ഇറങ്ങുന്നത്. അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഗവർണർ സാധാരണ രീതിയിൽ കരിങ്കുടി കാണിക്കുന്നതിന് ഞാനെതിരല്ല, പക്ഷേ കാറിനടുത്തേക്ക് വന്നാൽ ഞാൻ പുറത്തേക്ക് ഇടുക്കിയിൽ കണ്ടില്ലേ കരിങ്കൊടി കാണിക്കുമ്പോൾ കാറിന്റെ ചില്ലൊക്കെ താഴ്ത്തിയിട്ട് നൈസായി ടാറ്റയൊക്കെ കാണിച്ച് ഗവർണർ അങ്ങ് പോയി. എനിക്ക് ഗവർണർക്ക് കുറച്ച് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ, കേരളത്തിൽ ഒരു മിനിമം ഫാൻസ് ഉണ്ടെന്ന്. അതൊക്കെ ഉണ്ട്. എനിക്ക് അരുണ് മറ്റേ പിന്നെ ഇവിടെ തന്നെ 4 പേരില്ലേ, അതിൽ ഒരു ഫാൻ ഉണ്ട്. പിണറായിയും കൈ കാണിച്ചു അതെ ആ സമയത്ത് നടക്കുമ്പോൾ പിണറായി കൈ കാണിച്ചു പോകും. മാത്രമല്ല അദ്ദേഹം ലൈവായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം, നോക്കൂ നമ്മളൊന്നും പറയുന്നില്ലല്ലോ എന്ന് ലൈവായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു അവസരം കൂടെ കിട്ടി. കാര്യം നേരിട്ട് ആ സമയത്താണ് ലൈവായിട്ട് ഈ ആക്ഷൻ നടക്കുന്നത്. എന്തോ സ്മൃതി പറയാൻ വന്നു. അല്ല, ഗവർണറുടെ ഫാൻ അല്ലെന്ന് പറഞ്ഞതാ. ഗവർണർക്ക് വേറൊരു തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ കരിസ്മയുണ്ട്. ആ പൊളിറ്റിക്കൽ കരിസ്മ ഈ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. അപ്പോൾ ആ സീസൺഡ് പൊളിറ്റീഷ്യന്റെ എല്ലാവിധമായ പൊളിറ്റിക്കൽ എനർജിയും പുള്ളിക്കുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അത് അനവസരത്തിൽ പ്രയോഗിക്കുന്നു എന്നതാണ് നമ്മുടെയൊക്കെ ഒരു വിമർശനം. ഫാൻ പേജ് ഉണ്ട് അദ്ദേഹത്തിന്, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഫാൻ പേജ് ഉണ്ട്, ഫാൻ ബേസ് ഉണ്ട്.